ബോട്ടിൽ കുപ്പിയില്ലേ ചേച്ചി ടിക്കറ്റ് ഹൗ മച്ച് ഓക്കെ വരുമ്പോൾ 10 ദിർഹംസ് നമ്മൾ ഈ ഫ്രണ്ടിലൊരു കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് എടുക്കണം 10 ദിർഹംസ് 10 രൂപ കേട്ടോ ഓക്കെ അതെടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 3010 എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ 20 നോട്ട് എടുത്തിട്ട് പറഞ്ഞത് 5000 രൂപ ഇതിന് ബാക്കി എടുത്തിട്ട് തന്നാൽ എന്ന് പറഞ്ഞു ഫണ്ണി തമാശയ്ക്ക് കേട്ടോ ഈ ടിക്കറ്റ് കിട്ടും ഇതാണ് ഭാഗം ഇവിടെ 3 ആന വെച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഇത് ബാക്ക് സൈഡിലായിട്ടിട്ട് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ആർച്ച് പോലെ സംഭവം വെച്ചിട്ട് മാത്രമേ ഉള്ളൂ താഴെ 2 ആനകളുണ്ട് കേട്ടോ അല്ല അതല്ല കുട്ടിയാനകൾ രണ്ടെണ്ണം ഓക്കെ ഇവിടെ നിൽക്കുമ്പോൾ വ്യൂ ആണിത് ഒരുപാട് നമ്മളുണ്ട് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അറിയില്ല ക്യാമറയുടെ അക്സസറീസും കാര്യങ്ങളും ഇതുപോലെയൊക്കെ കിട്ടും നമുക്ക് ആരാന്ന് പോലും അറിയത്തില്ല എത്ര ആണ് ഫോട്ടോയ്ക്ക് എത്ര ആണ് 150 ഒരു ഫോട്ടോയ്ക്ക് അല്ലേ ഒരു ഫോട്ടോയ്ക്ക് 150 ആണ് കേട്ടോ പൈസ ആവുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് പൈസ കൊടുക്കാതെ പോയ ആളുകളാണോന്നും അറിയത്തില്ല എനിക്കറിയത്തില്ല കേട്ടോ ജസ്റ്റ് ഈ ഒരു ഫണ്ണായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഇവിടെ ആണുള്ളത് വണ്ടർഫുൾ ഇവിടെ കഴിക്കായിരിക്കും കണ്ടില്ലേ ഇവിടെ നിൽക്കുമ്പോഴൊരു ഇതാണ് കോട ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ രക്ഷയില്ല അടിപൊളിയാണ് ഇതാണ് പില്ലർ റോക്ക് അങ്ങനെ നമ്മൾ പില്ലർ റോക്കിലെത്തി ഇവിടെ നിന്ന് ഗുണാക്കേവ് പോകണം ഗുണാക്കേവ് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എക്സാക്റ്റ് എല്ലാവരും സംഭവം ഇത് രക്ഷയില്ല അടിപൊളിയാണ് കണ്ടില്ല ഇതൊക്കെ പോകുന്ന കോടകളാണ് 10 രൂപ കൊടുത്തത് വലിയ കാര്യമുള്ള സംഭവമൊന്നും അല്ല കേട്ടോ ചുമ്മാ ഒരു പൈസ എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് വരുമാനം വേണമല്ലോ എന്നുള്ളവർക്ക് ചെയ്യുന്നതാണത് ഇതേ ഉള്ളൂ നമുക്കിനി ഇവിടുന്ന് പോവാം മൈ ഗോഡ് ഓക്കെ എല്ലാം വൺ വേ ആണല്ലോ എന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ഇനി അങ്ങോട്ട് പോകണം പിള്ളേരാണ് അങ്ങനെ നമ്മൾ പില്ലർ റോക്ക് കഴിഞ്ഞിട്ട് പോവാണ് ഓക്കെ ആ പറ ആ പുള്ളിങ്കോ ഓക്കെ ഒരേ കാലം ഇപ്പൊ പാട്ട് നിർത്ത് കേക്കലയാ ചെത്തമാ കേക്കലയാ ഇവിടുന്ന് ചോദിച്ചു നോക്കെ കിലോമീറ്റർ ഐ ഡോണ്ട് നോ ടൂറിസ്റ്റ് ബസ് എല്ലാം വരുന്നുണ്ട് ഇവിടുന്ന് 3 കിലോമീറ്റർ അല്ല 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കേട്ടോ 3 കിലോമീറ്റർ അല്ല എൻ്റെ വീഡിയോസ് കാണുന്ന ആളാണ് കേട്ടോ അത് ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇവിടെ നടക്കണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗുണ കേവ് അയ്യോ എണ്ണം കൂടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലിഫ്റ്റ് വെച്ചേനെ എൻ്റെ സാഹചര്യം സന്ദർഭമായിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ എന്നെ വണ്ടി ഇടിക്കും തിരിച്ചു നോക്കി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കത്തില്ല കുഴഞ്ഞേ ലഗേജ് ഇല്ലാത്തത് ഭയങ്കര ആശ്വാസം ലഗേജ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഊപ്പാടും ചാപ്പാടും വന്നേനെ ഓ മൈ ഗാഡ് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ എന്നാ വയ്യ അയ്യോ ഈ വണ്ടിയല്ലേ ഇവിടെ അവിടെ നിന്ന് കറങ്ങി വരുന്നതാന്ന് തോന്നുന്നു കേട്ടോ വേറെ റൂട്ട് വഴി തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ ലിഫ്റ്റ് മേടിക്കും ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കൺഫേം എനിക്ക് വയ്യ വയ്യ കാലൊക്കെ നീരായി എനിക്ക് ഷോൾഡർ 2 പെയിനായി കേട്ടോ എനിക്ക് ഇന്നലെ ഞാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടി മസിൽ കയറി പിടിക്കുന്നു ബാഗ് തൂക്കിയാണ് ഇന്നും കൂടെ തൂക്കാൻ റെസ്റ്റ് എടുത്തത് ഓക്കെ ലെറ്റ്സ് ഗോ ഇപ്പോൾ ഒരു കടുവ പോലെ വന്നപ്പോൾ എന്നെ പിടിക്കണമല്ലോ എന്തായിരിക്കും അവസ്ഥ കടുവ വന്ന് ഫ്രണ്ടിൽ ചാടുമ്പോഴേ കടുവ ചമ്മും കടുവ വന്ന് ഫ്രണ്ടിൽ ചാടുമ്പോഴേ എൻ്റെ അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചാണ് അപ്പോഴേ പിന്നെ കടുവ പറയും എന്നെ കടിച്ചോണ്ട് കൊണ്ടുപോവായിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചേട്ടാ നോ പ്രശ്നം ഓക്കെ
ചൊറിയണമാണോ ഇത്? അതേ മോഡൽ സാധനം. 2 കിലോമീറ്ററാണ് നമ്മൾ പോയ ഗ്രീൻ വാലി വ്യൂവിൽ. ഏതാ ആ 2 കിലോമീറ്റർ നടന്നതാണ് ഏറ്റവും നമ്മൾ കയറിയത്. ഇനി ഇറക്കമാണ്. ഇതുവഴി ഒരു വഴി നടക്കാൻ പറ്റുമോ അറിയത്തില്ല. ഒരു വഴി കിടക്കുന്നു, അത് ചാടിപ്പോയാലും ഞാൻ ആലോചിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറണം. അതിനാലും ഇങ്ങനെ പോകുന്നല്ലേ. നോക്കാം എന്തായാലും. റെസ്റ്റ് എടുത്ത് കാലൊക്കെ ഖറാബായി കേട്ടോ. എൻ്റെ ഖറാബ് മീൻസ് വയ്യാണ്ടായി. ഇതുവഴി പോവാം, ഉണ്ടാവുമെന്ന് അറിയില്ല. പോയിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ചിറങ്ങി വരണ്ടിട്ട് പോകേണ്ടി വരും. ഓ മൈ ഗോഡ്, വാ! പില്ലർ റോക്ക് 1 കിലോമീറ്റർ. പില്ലർ റോക്ക് നമ്മൾ പോയതല്ലേ, ഇവിടുന്ന് 1 കിലോമീറ്റർ. വിശക്കുന്ന പശു, നിനക്കൊക്കെ തിന്നാലോ. ഓ അവനൊക്കെ തിന്നാം. ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. പശുവൊക്കെ തിന്നതാണോ കൊതി വരുന്നു. അയ്യോ ആ, നമുക്കൊക്കെ ഇഷ്ടമുള്ളത് മേടിച്ച് തിന്നാം. ഇതിനൊന്നും അങ്ങനെ പറ്റത്തില്ലല്ലോ. ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ കയ്യിലില്ല. കൊടൈക്കനാലാണ് ഇറങ്ങിയതാ. കാണുന്നുണ്ട് കൊടൈക്കനാൽ, പക്ഷേ ശരീരത്തൊന്നും കയറുന്നില്ലെന്നേ ഉള്ളൂ. ഓ മെച്ചിയേ കാലി. മോനെ നീ കണ്ണുനീരോടെ എനിക്ക് വിഷമമൊക്കെ ഉണ്ടോ? കണ്ണൊക്കെ അറിഞ്ഞിരിക്കുന്നു. എൻ ഉടൽ അണ്ണനിക്ക്, എൻ ഉയരണ്ണനിക്ക് എവിടെങ്കിലും ഇരിക്കട്ടെ. അയ്യോ എൻ്റെ പൊന്നെ. കാലുപോയി. ഇത് പറ്റ മോഹൻലാൽ വിട്ടിരിക്കും. കുഴഞ്ഞ കേട്ടോ, വയ്യ. കാലൊക്കെ നീരായെന്ന് തോന്നുന്നു. നമ്മൾ റോഡ് വഴി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണമായിരുന്നു. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇതിന് മേളിലാണ് ഇനി. കയറണമല്ലോ കുറച്ച്. എന്തായാലും ഇവിടുന്ന് നേരെ കയറി പോവാം. എനിക്ക് കറങ്ങാൻ വയ്യ. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഓക്കെ, എന്തായാലും പോവാം. എൻ്റെ അമ്മേ, ഇനി എനിക്ക് ഒരുപാട് നടക്കാനുണ്ട്. അണ്ണാ ഇതുവഴി കയറാവോ? ഓ മൈ ഗോഡ്, മൊത്തം ചെളിയാണല്ലോ. ഇതുവഴി പോ. എൻ്റെ പൊന്നേ, അയ്യോ അയ്യ. അതാണ് ഗുണാക്കേൻ്റെ എക്സിറ്റ്. എന്താ ടിക്കറ്റൊക്കെ വരുമെന്ന് തോന്നുന്നു. അയ്യോ പോട്ടെ. അയ്യ ചേച്ചി വെള്ളം തരാമോ? ചേച്ചി ചായ എടുക്കാം ഇവിടെ. അയ്യോ വാട്ട് ഈസ് ദിസ് ബർഗർ? ചേച്ചി ഒരു ചായ. ഓക്കെ, ചെറിയ ബോട്ടിൽ കുപ്പിയില്ലേ? അല്ല ചേച്ചി, അതന്നെ ചേച്ചി, ചെറിയ ബോട്ടിൽ കുപ്പിയില്ല, വെള്ളമില്ല. 5 ലിറ്റർ മേടിച്ചാൽ ഇതെന്താക്കാ? മധുര പോണ്ട ഒരെണ്ണം എടുക്കട്ടോ. ഇതോ മധുര പോണ്ട, ബ്രെഡ് വെച്ച്. ഏത് വേണം? ഇതെടുക്കാം. ഒരെണ്ണം എടുത്തോട്ടെ ചേച്ചി, എടുത്തോട്ടെ. ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ ഇരുന്നോട്ടെ. മധുര പോണ്ട. അതായി പ്രശ്നം. കൊള്ളാം, പ്രശ്നം ഉണ്ടാകും. ചൂടില്ലേ?
അക്ക ഇങ്ങനെ പ്രൈസ് എത്ര ആക്കാം ടിക്കറ്റിൻ്റെ? 10 രൂപ. 10 രൂപ എല്ലായിടത്തും 10 ആണ് കേട്ടോ. താഴെയും 10, ഇവിടെയും 10. 10 കൊടുത്തിട്ട് മേലെ കയറി പോകണം. വീണ്ടും അത് തന്നെ എടുത്തു. പൈസ വേണം. അപ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 രൂപ. ദിർഹംസിനെ വായി വരുത്തുള്ളൂ കേട്ടോ. 15 രൂപയാണ് മറ്റേ ആ ഗുണ്ടെന്ന് പറഞ്ഞ സാധനത്തിന്. 15 30. മറ്റേതിന് ചായക്ക് 20 രൂപ. ഓക്കെ, ഇനി ഇവിടെ കയറണം. എത്ര പ്രൈസ് എന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ, വേറെ സംഭവം ഉണ്ടായി, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.